നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും നഗരം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സാൻഡ്ര സജി. പ്രധാന വാർത്തയിലേക്ക്. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്താകുമാരി അമ്മ അന്തരിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്താകുമാരി അമ്മ അന്തരിച്ചു. കൊച്ചി എളമക്കരയിലെ വസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി വിശ്രമത്തിലായിരുന്നു അമ്മ. മുൻ നിയമ സെക്രട്ടറി ആയിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പരേതനായ പാരിയലാലാണ് മറ്റൊരു മകൻ. സംസ്കാരം നാളെ നടക്കും. അമ്മയോട് മോഹൻലാലിന്റെ ആത്മബന്ധം സിനിമാ ലോകത്ത് ഏറെ പ്രശസ്തമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ ബദ്ര വിവാഹിതനാകുന്നു. അവീവ ബേഗ് ആണ് വധു. മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റെയ്ഹാൻ ബദ്ര വിവാഹിതനാകുന്നു. ദീർഘകാല സുഹൃത്തായ അവീവ ബേഗയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. 7 വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയാണ് വിവാഹം തീരുമാനിച്ചത്. രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പഠിച്ച ഡെറാഡൂണിലെ ഡ്യൂൺ സ്കൂളിലായിരുന്നു റെയ്ഹാന്റെയും പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് ലണ്ടനിലെ സ്കൂൾ ഓഫ് ഓറിയന്റഡ് ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി. രാഷ്ട്രീയത്തിന് പകരം കലാരംഗത്താണ് റെയ്ഹാന് താല്പര്യം. മികച്ച ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ അദ്ദേഹത്തിന്റെ ചിത്ര പ്രദർശനം 2021 ന്യൂഡൽഹിയിലെ ബിക്കാനീറിൽ ഹൗസിൽ നടന്നിരുന്നു. ഡൽഹി സ്വദേശിനിയായ അവീവ മോഡേൺ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം OP ജിന്ദാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മീഡിയ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദം നേടി. ഒരു ദേശീയ ഫുട്ബോൾ താരം കൂടിയാണ് അവീവ ബേഗ്. വിവാഹ തീയതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വരും മാസങ്ങളിൽ തന്നെ വിവാഹം ഉണ്ടാകുമെന്ന് സൂചന. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. വിടവാങ്ങുന്നത് രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യം. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയുമായ ഖാലിദ സിയ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അവർ. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ധാക്കയിലെ വസതിയിലായിരുന്നു അന്തരിച്ചത്. BNP നേതൃത്വമാണ് വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. ശ്വാസകോശാണുബാധ, ലിവർ സിറോസിസ്, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ വിദഗ്ധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവരെ വിദഗ്ധ ചികിത്സയ്ക്ക് ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. ഖാലിദ സിയയുടെ വിയോഗത്തിൽ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് ദുഃഖം രേഖപ്പെടുത്തി. BNP 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ പിന്നീട് തീരുമാനിക്കും. ലമീൻ യമാലിന് സുവർണ വർഷം. ഗ്ലോബ് സോക്കർ അവാർഡുകളിൽ ഇരട്ട നേട്ടം. ബാഴ്സലോണയുടെ യുവതാരം ലമീൻ യമാലിനെ സംബന്ധിച്ച് 2025 കരിയറിലെ ഏറ്റവും മികച്ച വർഷമായി മാറുകയാണ്. തിങ്കളാഴ്ച UAEയിൽ നടന്ന 2025 ഗ്ലോബ് സോക്കർ അവാർഡുകളിൽ 2 പ്രമുഖ പുരസ്കാരങ്ങളാണ് യമാലിനെ തേടിയെത്തിയത്. മികച്ച ഗോൾ സ്കോറർ, മികച്ച ഫോർവേഡർ എന്നീ അവാർഡുകളാണ് ഈ കൗമാരക്കാരനെ തേടിയെത്തിയത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനിനായി നടത്തിയ അവിസ്മരണീയമായ പ്രകടനം യമാലിനെ പുരസ്കാരങ്ങൾക്ക് അർഹനാക്കിയത്. 29 വയസ്സിന് താഴെയുള്ള ലോകത്തിലെ മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ, കോപ്പ ട്രോഫി പുരസ്കാരവും താരം നിലനിർത്തിയിരുന്നു. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്കായി 53 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകളും 21 അസിസ്റ്റുകളുമാണ് സ്വാതന്ത്ര്യം സ്വന്തമാക്കിയത്. അവാർഡ് വേദിയിൽ അവതാരകന്റെ ചോദ്യത്തിന് യമാൽ നൽകിയ മറുപടി സദസ്സിലുണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോലും പ്രശംസ പിടിച്ചുപറ്റി. നിങ്ങൾ ആരെയാണെന്നും ആളുകളെ നിങ്ങളെ എങ്ങനെ അറിയണമെന്നുമായിരുന്നു ആഗ്രഹമെന്നായിരുന്നു ചോദ്യം. എന്റെ വീട്ടിലെ ബോസ് അമ്മയാണ് എന്ന കാര്യം ആളുകൾ അറിയണം എന്നായിരുന്നു യമാലിന്റെ മറുപടി. നിവിൻ പോളിയുടെ തകർപ്പൻ തിരിച്ചുവരവ്. സർവ്വമായ 50 കോടി ക്ലബിലേക്ക്. നിവിൻ പോളിയുടെ ഉജ്ജ്വലമായ കംബാക്ക് എന്നാണ് സർവ്വമായ എന്ന ചിത്രത്തെ സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കുന്നത്. അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ കോമഡി ഡ്രാമ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഡിസംബർ 25 റിലീസ് ചെയ്ത ചിത്രം പ്രദർശനത്തിന് 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. റിലീസ് ചെയ്ത 5ാം ദിനം തന്നെ ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് സിനിമാ ട്രാക്കർമാരുടെ വിലയിരുത്തൽ. പ്രേമം, കായംകുളം കൊച്ചിണ്ണി എന്നീ വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം 50 കോടി ക്ലബിലെത്തുന്ന നിവിൻ പോളിയുടെ ചിത്രമായി ഇത് മാറും. നിവിൻ പോളിക്കൊപ്പം അജു വർഗീസ്, റിയ ഷിബു, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്.